അപ്പോൾ ഗൈസ് 11:10 ആ 10:10 ഇതിൽ ടൈം ആയിട്ടാണ് 11:10 ഇപ്പോൾ ഡേ 6 ആണെന്ന്. ഇന്ന് മാത്സ് സ്ലോട്ട് 1 മാത്സും പിന്നെ സ്ലോട്ട് 2 3 ഫിസിക്സ് നോക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഫിസിക്സ് എക്സാമാണ്. അതുകൊണ്ട് ഗ്രാവിറ്റേഷൻ ഫുള്ള് നോക്കണമെന്ന്. MCQs ഒക്കെ ചെയ്യണം ഈ ബുക്കുകളിലൊക്കെ. ഇപ്പോൾ മാത്സ് നോക്കാൻ പോകണം ആദ്യം, സർക്കിൾസ്. അപ്പോൾ നോക്കട്ടെ. ഹലോ ഗൈസ്, 2 മണി ആയിട്ടുണ്ട്. അപ്പോൾ 2 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ഫിസിക്സ് നോക്കാൻ പോവാണ്. ഗ്രാവിറ്റേഷൻ, റൊട്ടേഷനും ഗ്രാവിറ്റേഷനാണ് പരീക്ഷയ്ക്കുള്ളത്. ഗ്രാവിറ്റേഷൻ നോക്കാൻ പോവാണ്. ഇനി പഠിക്കാണ്ട്, അത് കഴിഞ്ഞിട്ട് MCQs നോക്കണം. അപ്പം നോക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 3:30 ആയിട്ടുണ്ട്. ഇതിലുള്ള ടൈം തെറ്റാണ്, അതാണ് ഹൈപ്പർ ലാബ്സിൽ വെച്ചപ്പോൾ നടക്കാത്തത്. തെറ്റല്ല, നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യമൊക്കെ റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്കാണ് 3:30. ഇനിയിപ്പോൾ വർക്കൗട്ടും ചെയ്യണം, എക്സസൈസും ചെയ്യണം, പിന്നെ ഫ്രഷ് ആവണം. അപ്പോൾ ഗൈസ് നമ്മുടെ എക്സസൈസിൻ്റെ സാധനം കാണിച്ചാൽ സാധനം വേറെ ഒന്നുമില്ല, 2 ഡമ്പല് മാത്രമേ ഉള്ളൂ എക്സസൈസിന്. വേറെ ഒന്നും കാര്യമായിട്ടില്ല, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കൈമ ഇങ്ങനെ ആക്കുന്നത്, അത് ഞാൻ ഷോർട്സ് ഇട്ടിരുന്നത്, അത് കാണിച്ചു തരാം. പിന്നെ ഇതാണ്, ഇത് 2 മാത്രമേ ഉള്ളൂ. ഇതിനോണ്ടാണ് വർക്കൗട്ട് ചെയ്തത്. ഇപ്പോൾ വർക്കൗട്ട് ടൈമാണ്. അപ്പോൾ ഇനി ബ്രേക്കാണ് 3:30 മുതൽ 4. ഇപ്പോഴത്തെ ടൈം കൂടുന്ന ചാൻസ് ഉണ്ട്. അതിനോണ്ട് 4:30 ഉള്ള, അല്ല 3:30 മുതലിട്ട് 4:20 വരെ ആയിരിക്കണം. 4:30 വരെ നല്ല സീനാണ് ഇപ്പോൾ ഈ ടൈം. ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് 4:40 ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടി റിവൈസ് ചെയ്യാണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു PYQൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഉണ്ട്. അതെനിക്ക് മനസ്സിലാവാത്ത കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉണ്ട്, അത് കാണണം. എന്നിട്ട് വേണം എക്സാം. 5 മണി മുതൽ 9 മണി വരെ എപ്പോൾ എഴുതാം. ഞാൻ എന്തായാലും ഒരു 7 മണി 8 മണീൻ്റെ ഉള്ളിൽ എഴുതും. അതുകൊണ്ട് അതുവരെ പഠിക്കണം. അത് കഴിഞ്ഞ് 8 മണി കഴിഞ്ഞിട്ട് പിന്നെ സർക്കിൾസ് നോക്കണം, പരീക്ഷ എക്സാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനിയിപ്പം ക്ലാസ് കാണുമ്പോൾ ഹൈപ്പർ ലാബ്സിലൊക്കെ അപ്പോൾ ചാർജില്ല. അപ്പം ഇതാണ് പഠിക്കാൻ പോവാം. അപ്പോൾ ഗൈസ് 6 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പഠിക്കാൻ പോവാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇന്നത്തെ ക്വസ്റ്റ്യൻസൊക്കെ കുറച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കി. അത്യാവശ്യം കിട്ടുന്നൊക്കെ ഉണ്ട്. ലെവൽ 3ൻ്റെ ഒന്നും കിട്ടില്ല എന്നുള്ളൂ. ലെവൽ 2ൻ്റെ അത്യാവശ്യം 1 2 3 എണ്ണം കിട്ടില്ല. ഒക്കെ ഇനി ഇതിൽ നോക്കണം. ഇനിയിപ്പോൾ സാറിട്ട വീഡിയോ, അപ്പോൾ വീഡിയോ കാണാൻ പോവാണ്. അപ്പോൾ ഗൈസ് അവിടെ വിഷുവിൻ്റെ പടക്കമൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ പാക്കറ്റ് പന്നിപ്പടക്കം എടുത്ത് വെച്ചിട്ടുണ്ട്. വൈബാണ്. രാത്രി എറിഞ്ഞ് പൊട്ടിക്കാൻ, പഠിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ രാത്രി ഒരു 11 മണിക്കൊക്കെ എറിഞ്ഞ് പൊട്ടിക്കാൻ നല്ല വൈബായിരിക്കും അത്. ഇതൊന്ന് എറിഞ്ഞ് പൊട്ടിക്കുക നമ്മൾ. അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒക്കെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഹൈപ്പർ ലാബ്സിലൊക്കെ പോവാണ്. ഇപ്പോൾ 6:30 ഇപ്പോൾ ബ്രേക്കാവും. പിന്നെ 7 മണിക്ക് തുടങ്ങിയിട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് ഇനി പരീക്ഷ എഴുതുന്നുള്ളൂ ഞാൻ. അല്ലെങ്കിൽ മാർക്ക് നല്ല കുറയും. ഇതിൽ ഈ പരീക്ഷയിൽ മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റൊട്ടേഷനും ഉണ്ട്, പിന്നെ ഗ്രാവിറ്റേഷനും ഉണ്ട്. ഞാൻ ഗ്രാവിറ്റേഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഗ്രാവിറ്റേഷനത്തെ മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഹൈപ്പർ ലാബ്സ്. അപ്പോൾ ഗൈസ് ഇതാണ് പടക്കം, കാണിച്ചില്ല ഫുള്ള് പടക്കം. എന്തൊക്കെയോ ഉണ്ട്. ഒരു വലിയൊരു കിറ്റ് തന്നെ ഉണ്ട്, ഓർഡർ ചെയ്താണ്. വലിയ കിറ്റൊന്നും പറയാനില്ല, അത്രയൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം ഉണ്ട്. ഇനിയും വാങ്ങും നമ്മൾ വിഷുവിന്. വിഷു പൊട്ടിച്ച് തകർക്കണം. ഈ പന്നി പടക്കം നമ്മൾ രാത്രി പൊട്ടിക്കും. അപ്പോൾ ഹൈപ്പർ ലാബ്സ്.
അപ്പോൾ ഗൈസ് എക്സാം എഴുതാൻ പോവാണ്. 2 റൊട്ടേഷൻ മോഷൻ ഗ്രാവിറ്റേഷൻ ഉണ്ട്. അപ്പോൾ എഴുതാൻ പോവാണ്. ആദ്യം തന്നെ ഞാൻ ഇതാണ് ഗ്രാവിറ്റേഷനാണ് നേരെ നോക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റൊട്ടേഷനൊക്കെ ഒന്നും അറിയില്ല, വെറുതെ ടൈം കളയണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഗ്രാവിറ്റേഷൻ നോക്കും. അപ്പോൾ ഇതെന്താ അങ്ങനെയല്ല. അപ്പോൾ ഗ്രാവിറ്റേഷൻ എടുത്തിട്ടുണ്ട്, ഇനി നേരെ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് കഴിയുന്ന അത്ര ആൻസർ കൊടുത്തിട്ടുണ്ട്, തെറ്റാനൊക്കെ ചാൻസ് ഉണ്ട്. ഞാൻ റൊട്ടേഷനിൽ ഒരു 2-3 ക്വസ്റ്റ്യനൊക്കെ ചെയ്തിന്. പിന്നെ ഗ്രാവിറ്റേഷനാണ് കുറേയും ചെയ്തത്. അത് മൊത്തം ഗ്രാവിറ്റേഷനാണ്. 2 ക്വസ്റ്റ്യൻ റൊട്ടേഷൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഫിസിക്സ് 2 എന്ന് പറഞ്ഞൊരിതുണ്ട്. അത് മറ്റേ ഇത് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. മറ്റേ ക്വസ്റ്റ്യൻസ് മാത്രം ഇൻറ്റീജർ ടൈപ്പ് വാല്യൂസ് കൊടുക്കുന്നില്ലേ, അതിൽ 3 ചെയ്തിട്ടുള്ളൂ. ഇനി സബ്മിറ്റ് ചെയ്യാൻ പോകുന്നു. എത്ര കിട്ടുന്നല്ല. കഴിഞ്ഞ പ്രാവശ്യം 8 ആയിരുന്നു. നല്ല മെച്ചം ഉണ്ടാവുമെന്നാണ്, 8നെയും കാട്ടി എന്തായാലും കൂടുതലുണ്ടാവുമെന്നാണ് ഒരു വിശ്വാസം. ഞാൻ അത്യാവശ്യം പഠിച്ചിരുന്നു ഈ പാഠം. കൺഗ്രാജുലേഷൻ. 55 കിട്ടിയിട്ടുണ്ട് 100-ൽ. യെസ്. ഒരു ബ്രോ കമൻറ്റ് ഇട്ടിരുന്നു 8+8 16 വാങ്ങണം അടുത്ത എക്സാമിന്. 55. യെസ്. മറ്റേ ഒരു പാഠം മാത്രം പഠിച്ചിട്ട് ബാക്കിയുള്ളതും കറക്റ്റ്, 1 മാത്രമേ ഇൻകറക്റ്റ് ആയിട്ടുള്ളൂ. അത് ഏതാണെന്നും കൂടി കണ്ടുപിടിച്ചാൽ സെറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. എക്സാം എഴുതി കഴിഞ്ഞ് ഇനിയിപ്പോൾ സർക്കിൾസ് പഠിക്കണം. ഒരു സന്തോഷമുണ്ട്. 14 1 മാത്രം 15 1 മാത്രം തെറ്റിയിട്ടുള്ളൂ. വരുമ്പോൾ 93% ആക്യുറേറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. 100-ലാണ് എന്തായാലും. അതിനോണ്ട് 55 കിട്ടി. 100 പകുതിൻ്റെ മേലെ കിട്ടി. എന്തായാലും 75 എന്നുള്ള റാങ്ക് എന്തായാലും കൂടി ഉണ്ടാവും. റാങ്ക് നമ്മൾ വിടുന്നതായിരിക്കും. നാളെ റാങ്ക് വരുന്നു. അതൊന്ന് നാളെ ഞായറാഴ്ച ഉണ്ട്. ചിലപ്പോൾ സ്റ്റഡി വ്ളോഗ് എടുക്കാനൊക്കെ കഴിയുള്ളൂ. എന്തായാലും നോക്കാം ഞാൻ. അപ്പോൾ എക്സാം കഴിഞ്ഞു. വയസ്സ് 11 ആയിട്ടുണ്ട്. ഇനി സർക്കിൾസ് പഠിക്കാൻ പോവാണ്. ഹൈപ്പർ ലാബ്സിൽ വെക്കും. അവിടെ വെക്കാം. 2 എന്നാണ് കുറേ ആൾക്കാരും കമൻറ്റ് ഇട്ട്. അതിനോണ്ട് ഇവിടെയാണ് വെക്കുന്നത്. ഇനിയിപ്പം നാളെ ചിലപ്പോൾ വീഡിയോ ഇടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒന്ന് കോഴിക്കോട് വരെ പോകാണ്ട്. അതിനോണ്ട് വീഡിയോ ഇടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇപ്പോൾ തുടങ്ങുകയാണ് പഠിത്തം. അപ്പോൾ ഗൈസ് ആദ്യത്തെ മുട്ടൻ ഫ്ലോപ്പായിരുന്നു. ഇനി അടുത്താണ്. അപ്പോൾ ആദ്യക്ക് ധൈര്യം കയറി എന്നാണ് പറയുന്നത്. ആദ്യക്ക് കയ്യിലൊക്കെ ചുട്ടിക്കും. ഇത് മുട്ടൻ ഫ്ലോപ്പ് പോവാണ്. ഇത് ബ്ലൂ പസ്റ്റ് ഇടേണ്ടി വരും. കയ്യുമ്മലൊക്കെ വെച്ച് പൊട്ടിക്കുന്ന സ്റ്റാർ അടിക്കുന്നുണ്ട് അവിടെ. മതി. അപ്പോൾ ഗൈസ് 10:30 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് പന്നിപ്പടക്കം പൊട്ടിക്കാൻ പോവാണ്. 5 ഉണ്ട്. ബാക്കിയുള്ള 5 അവിടെ നിന്ന് പൊട്ടിച്ച് 3 തൂറ്റിപ്പോയി. അങ്ങനെയാണ്. ഒന്നും പൊട്ടുന്നില്ല. അപ്പോൾ പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് പന്നിപ്പടക്കം പൊട്ടിക്കാൻ പോവാണ്. കത്തിക്കട്ടെ. കയ്യിൽ നിന്ന് കിട്ടുമോ? പൊട്ടി ഗൈസ്. ഇനി അടുത്ത്. അപ്പോൾ ഗൈസ് അടുത്ത് നെക്സ്റ്റ് അത് തൂച്ചിട്ടുണ്ട്. ഇനി അടുത്ത്. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് ഇപ്പം തന്നെ കയ്യിൽ മുട്ടിയിരുന്ന് നെഞ്ഞ് കാടിപ്പോയി. ഇനി പൊട്ടിക്കൽ ക്യാൻസൽ. ഗൈസ് പന്നിപ്പടക്കൊക്കെ ഇപ്പോൾ ആനപ്പടക്കത്തിൻ്റെ സൗണ്ടാണ്, എന്താ അറിയില്ല. അപ്പോൾ ഗൈസ് ആദ്യം അവിടെ കത്തിക്കുന്നുണ്ട്. കത്തി. അപ്പോൾ ഗൈസ് ആദ്യം പൊട്ടിക്കാണ് ഈ വീഡിയോ. പൊട്ടിക്കടോ. ഇവിടുന്നൊക്കെ പോകുകയാണ്. എൻ്റെ കൈമയ്ക്കൊക്കെ തെറിച്ചൊന്നും ഒന്നും ആയില്ല. ഗപ്പിട്ടായിക്ക് വന്ന് അപ്പോൾ പടക്കം ഒന്നും കൂടി ഉണ്ട്. അത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ വൻ സീൻ കിട്ടുന്ന തോന്നുന്നത്. എന്തൊക്കെയോ അപശകനം കാണുന്നുണ്ട്. എന്തൊക്കെയോ കത്തുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എവിടെ? അപ്പോൾ പടക്കം പൊട്ടിക്കൽ നിർത്തിന്. ഇനിയിപ്പോൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ക്ലാസ്സൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 11:30 കഴിഞ്ഞിന്. ഇനിയിപ്പോൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇന്നൊരു ഡേ 6 അല്ലായിരുന്നു. ആ ടിക്കറ്റുണ്ട്. അപ്പോൾ ഗൈസ് ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നമ്മൾ പാമ്പ് ഗുളിക കത്തിക്കാൻ പോവാണ്. എന്താ സാധനമാണ് അത്? കത്തിക്കട്ടെ. ഇപ്പം ഏതാ നമുക്ക് കത്തുണ്ട്. എന്താ എവിടെ എന്താണ് എന്താ നടക്കുന്നത്? അയ്യൻ്റെ അത് ആദ്യം ഊതിക്കെടുത്തിട്ടുണ്ട്. ഇനി പഴുത്ത് കത്തിക്കാണ്. എന്താ നടക്കുന്നേ? ആ കഴിഞ്ഞു.